ഇതിനകത്ത് സ്വീപ്പ് ജനറേറ്റേഴ്സ് ആണ്. ഓക്കെ, മില്ലർ സ്വീപ്പ് ജനറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ബൂട്ട് സ്ട്രാപ്പ് സ്വീപ്പ് ജനറേറ്റർ ഉണ്ട്. ഓക്കെ, മില്ലർ സ്വീപ്പ് ജനറേറ്റർ. ഓക്കെ, ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. സിലബസിൽ മില്ലർ ആൻഡ് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് കേട്ടോ. മില്ലർ സ്വീപ്പ് ജനറേറ്റർ. അപ്പൊ മില്ലർ സ്വീപ്പ് ജനറേറ്റർ നമ്മൾ ഒരു സോ ടൂത്ത് വേവ് ഫോം, ഓക്കെ, സോ ടൂത്ത് വേവ് ഫോം ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. ഒരു കപ്പാസിറ്റി ന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ് വെച്ചിട്ടാണ് നമുക്ക് ഈ സ്വീപ്പ് വേവ് ഫോം കിട്ടുന്നത്, ഈ സോ ടൂത്ത് വേവ് ഫോം ഇങ്ങനെ കിട്ടുന്നത്, അല്ലെങ്കിൽ സ്വീപ്പ് വേവ് ഫോം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സർക്യൂട്ടിലേക്ക് നമുക്ക് പോകാം. ഇതാണ് മില്ലർ സ്വീപ്പ് ജനറേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പൊ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഓക്കെ, എത്ര ട്രാൻസിസ്റ്റർ ഉണ്ട്? 2 ട്രാൻസിസ്റ്റർ ഉണ്ട് കണ്ടോ. ട്രാൻസിസ്റ്റർ Q1 ആൻഡ് Q2, 2 ട്രാൻസിസ്റ്റർ ആണ് ഉള്ളത്. ഓക്കെ, പിന്നെ ഇത് RB1 ആണ്. കുറച്ച് ബ്ലേർഡ് ആയി പോയി, ഞാനത് നോട്ട്സ് ഷെയർ ചെയ്യുമ്പോൾ അത് അല്ലെങ്കിൽ ഇവിടെ എഴുതാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. RB1. ഓക്കെ, ഈ RB1 ആണ് ഈ റെസിസ്റ്റർ RB1. ആദ്യത്തെ ട്രാൻസിസ്റ്റർ Q1 ആണ്. Q1ന്റെ ബേസിലേക്ക് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റർ ആണ് എന്ത്? ഈ RB1 എന്ന് പറയുന്നത്. ഓക്കെ, RB1. അതേ കൂട്ട് പിന്നെ ഇവിടെ മറ്റൊരു ട്രാൻസിസ്റ്റർ ഉണ്ട് Q2. ഓക്കെ, പിന്നെ ഈ കണ്ടോ, ഈ റെസിസ്റ്റർ ആണ് RB2 എന്ന് പറയും. ഈ RB2 എന്ന് പറയുന്നത് നോക്കിക്കേ എവിടേക്കാ കണക്റ്റഡ് ആയിരിക്കുന്നതെന്ന്. നമ്മുടെ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്കാണ് ഈ RB2 കണക്റ്റഡ് ആയിരിക്കുന്നത്. ഓക്കെ, ഇത് RB1 ആണ്. ഓക്കെ, അപ്പം RB1 എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിന്റെ RB1 എന്ന് പറയുന്നത് എവിടേക്കാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? ടു ദ ബേസ് ഓഫ് Q1. ഓക്കെ, ടു ദ ബേസ് ഓഫ് Q1ഉം ആൻഡ് ഓൾസോ RB2 ഉണ്ട്. RB2 ഈസ് കണക്റ്റഡ് വെയർ? ടു ദ ബേസ് ഓഫ് Q2 എന്ന് നമുക്ക് പറയാം. ഡയറക്ട്ലി ഇതിലേക്കല്ല, ഷോർട്ട് ഇവിടെ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി പിന്നെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഈ കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ ഫീഡ്ബാക്ക് പാത്തിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫീഡ്ബാക്ക് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഏതിന്റെ ഇടയ്ക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, ബിറ്റ്വീൻ കളക്ടർ കണ്ടോ, ഈ Q2 ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ടെർമിനലാണ് ഇത് കണ്ടോ. ബിറ്റ്വീൻ Q2ന്റെ ഈ കളക്ടർ ടെർമിനലും പിന്നെ ആ ബേസ് ടെർമിനലിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ കപ്പാസിറ്റർ C കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരു ഫീഡ്ബാക്ക് പോലെ. ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക്, ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ്, ഇതാണ് ഔട്ട്പുട്ട് കണ്ടോ. ഔട്ട്പുട്ട് എവിടെ നമ്മൾ എടുക്കുന്നത്? കളക്ടറിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് കളക്ടർ ടെർമിനലാണ്. അപ്പൊ ഔട്ട്പുട്ടിൽ നിന്നും പിന്നെ ബേസ് ആണ് ഇൻപുട്ട്, ഇൻപുട്ടിലും ഇടയ്ക്ക് ഒരു ഫീഡ്ബാക്ക് ആയിട്ടാണ് നമ്മുടെ ഈ കപ്പാസിറ്റർ എലമെന്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ കപ്പാസിറ്ററും കാര്യം അതാണ്. കപ്പാസിറ്റർ ഈസ് കണക്ടഡ് ഇൻ ദ ഫീഡ്ബാക്ക് പാത്ത് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ബേസ് ടെർമിനൽ ഓഫ് Q2. ഓക്കെ, സോ കപ്പാസിറ്റർ ഇറ്റ് ഈസ് കണക്ടഡ് in the feedback path of ഏത് ട്രാൻസിസ്റ്റർ ആണ്? Q2. ഓക്കെ, Q2 between ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ആ കളക്ടർ ടെർമിനൽ ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസ് ഓഫ് ട്രാൻസിസ്റ്റർ Q2. ഓക്കെ, അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിട്ടാണ് നമ്മുടെ കപ്പാസിറ്റർ C കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡയറക്റ്റ് ഓപ്പറേഷനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ട്രാൻസിസ്റ്ററിനെ എങ്ങനെ ഒരു സ്വിച്ച് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് ഒക്കെ നിങ്ങൾ ശരിക്കും നമ്മൾ സർക്യൂട്ട്സിൽ പഠിക്കുന്നതാണ്. ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ ഡീറ്റെയിൽഡ് വർക്കിംഗിലേക്ക് പോകുന്നില്ല. ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് ഒരു സർക്യൂട്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ട്രാൻസിസ്റ്റർ സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസിസ്റ്റർ ഓണും ഓഫും ആകും. ഓണും ഓഫും, ആ ഓണും ഓഫും ഇടയിൽ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് റീജിയൻ ഒക്കെ ഉണ്ട്. ആക്റ്റീവ് ആകുമ്പോഴാണ് ഓണ്, സാച്ചുറേഷനിൽ അത് ഓഫിലേക്ക് പോകും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സർക്യൂട്ട്സിൽ പഠിക്കുന്നുണ്ട് നിങ്ങൾ. അപ്പൊ ഇവിടെ ട്രാൻസിസ്റ്ററിന്റെ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, അതായത് ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോഴും ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോഴും എന്താണ് ഇതിന്റെ
ഔട്ട്പുട്ട് വോൾട്ടേജുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം ഇതിന്റെ ഓപ്പറേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ സ്വിച്ചിന്റെ ഓപ്പറേഷൻ നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു ഏതെങ്കിലും ട്രാൻസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്ററിന് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ട്രാൻസിസ്റ്റർ ഓൺ ആയിട്ട് ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ എന്താണ് ഓഫ് ആയിട്ട് ആക്ട് ചെയ്യുക. ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ, ഞാൻ ഡീറ്റെയിൽഡ് വർക്കിംഗിലേക്ക് പോകുന്നില്ല, അത് നിങ്ങൾ സർക്യൂട്ട്സിൽ പഠിക്കേണ്ടതാണ്, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാമോ? വളരെ ലോ ആയിരിക്കും, വളരെ ലോ വോൾട്ടേജ് ആയിരിക്കും. ലോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സീറോയിലേക്ക് പോകത്തില്ല, പക്ഷെ മിനിമം വോൾട്ടേജ് ആയ VCE സാച്ചുറേഷൻ, അതായത് വളരെ ലോ വോൾട്ടേജ് ആണ്, അറൌണ്ട് 0.2 വോൾട്ട്, അറൌണ്ട് 0.2 വോൾട്ട്, ആ ഒരു റേഞ്ചിലേക്കായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോഴോ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCC ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും എങ്ങനെയാണെന്ന്. അത് ഞാൻ പറഞ്ഞത്, സർക്യൂട്ടിൽ നിങ്ങൾ ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഒരു സർക്യൂട്ട് ഒക്കെ പഠിക്കും. ഇങ്ങനെ VCC ഉണ്ടായിരിക്കും, നമ്മുടെ ട്രാൻസിസ്റ്റർ ഉണ്ടായിരിക്കും, ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കും, ദെൻ ഇതിങ്ങനെ ഗ്രൗണ്ട് ചെയ്യും. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ ശരിക്കും ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് കിട്ടത്തില്ല. ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോൾ ഇതൊരു ഷോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഷോർട്ട് ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വർക്കിംഗ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം അത് കംപ്ലീറ്റ് ആകത്തില്ല പറഞ്ഞില്ല. അപ്പൊ ഇത് ഇത്രയും ഓർത്ത് നോക്കുക. ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോഴത്തേക്കും ഈ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഇപ്പൊ Q2 ഓൺ ആകുമ്പോഴത്തേക്കും ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ഓഫ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? VCC ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും, ഓക്കെ, ട്രാൻസിസ്റ്റർ ഇപ്പൊ ഞാൻ പറഞ്ഞത് when generally when Q is in on condition, output voltage is very low, that is voltage will be is equal to VCE saturation, that is 0.2 volt ആയിരിക്കും. And when transistor is off, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VCC ആയിരിക്കും. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് വാട്ട് വിൽ ബി ഈക്വൽ ടു എന്താണ്? VCCയിലുള്ള വോൾട്ടേജ് തന്നെ നമുക്ക് കിട്ടും ഓഫ് ആകുമ്പോൾ. ബിക്കോസ് ഓഫ് ആകുമ്പോഴത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആകും ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ഇത്. അപ്പം ഈ എൻറ്റയർ VCC നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അങ്ങനെയാണ് ഇത് വരുന്നത് ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോൾ. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് മില്ലർ സ്വീപ്പ് ജനറേറ്ററിലേക്ക് പോവാം. ഈ കൺസെപ്റ്റ് ആണ് ശരിക്കും മില്ലർ സ്വീപ്പ് ജനറേറ്ററിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്ന അറിയാവുന്ന നിങ്ങൾക്ക്? Q1 ആണ് എന്ത് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ Q1 ട്രാൻസിസ്റ്റർ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? Q1 transistor will act as a switch, and Q2, okay, and Q2 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ ആയിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് അറിയാവോ? Q1 സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും, Q2 ഒരു ആംപ്ലിഫയർ ആയിട്ടായിരിക്കും. നമ്മുടെ ട്രാൻസിസ്റ്ററിന് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, സ്വിച്ച് ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ Q1ന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ആയിട്ടും, Q2ന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഗെയിൻ ആംപ്ലിഫയർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ട് ട്രാൻസിസ്റ്റർ ഏതൊക്കെ ആയിട്ടാ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനിഷ്യലി നിങ്ങൾ Q1 ഓൺ ആണെന്ന് കൺസിഡർ ചെയ്യും. ഞാൻ വർക്കിംഗിലേക്ക് കയറുവാണ്. ഇനിഷ്യലി യു അസ്യൂം ദിസ് ട്രാൻസിസ്റ്റർ Q1 ഈസ് ഓൺ. ഇതാണ് നമ്മുടെ Q1 ട്രാൻസിസ്റ്റർ ഓൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് Q1 ട്രാൻസിസ്റ്റർ. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത് ഓൺ ആകുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്? ഞാൻ പറഞ്ഞ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ Q1 ഓൺ ആയി. Q1 ഓൺ ആകുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര വരും? ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു 0.2. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? വളരെ ലോ ആയിരിക്കും, ഒരു 0.2 വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. ഈ 0.2 വോൾട്ടേജ് ആണ് ഡയറക്ട്ലി എവിടേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ Q2ന്റെ ബേസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 0.2 വോൾട്ടേജ് ഇതിന്റെ ബേസും അല്ലെങ്കിൽ ബേസ് എമിറ്റർ വോൾട്ടേജ് ആയിട്ട് ഇവിടെ വരുന്നത് എന്തായിരിക്കും? ഈ 0.2 വോൾട്ടേജ് ആയിരിക്കും. ഈ 0.2 വോൾട്ടേജ് വളരെ ലോ അല്ലേ? ഇതിനെ നമ്മുടെ ട്രാൻസിസ്റ്റർ Q2 ഓൺ ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ Q2 എന്തായിരിക്കും? Q2 വിൽ റിമൈൻ ഓഫ്.
അപ്പൊ Q2 ഓഫ് ആകുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ആ ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്? ട്രാൻസിസ്റ്റർ ഓഫ് ആക്കുന്ന പറഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് ആക്ട് ചെയ്യും. സോ ഈ ഔട്ട്പുട്ടിൽ എൻഡയർ VCC നമുക്ക് എവിടെ കിട്ടും? ഈ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. ആൻഡ് ഔട്ട്പുട്ട് വിൽ ബിക്കം ഈക്വൽ ടു വാട്ട്? V0 വിൽ ഔട്ട്പുട്ട് വിൽ ബിക്കം ഈക്വൽ ടു VCC. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ Q1 നമ്മൾ ഈ പറഞ്ഞതുപോലെ Q1 തുടങ്ങിയതാണ്. Q1 സ്വിച്ച് ആയിട്ടാണ്. Q1ഉം Q2ന്റെ രണ്ടും എങ്ങനെ ആക്ട് ചെയ്യുന്ന പറയണം. Q1 ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0.2 ആവും. ആ 0.2 Q2ന്റെ ബേസിലേക്ക് വരും. അപ്പൊ എന്താണ്? ബേസ് എമിറ്റർ വോൾട്ടേജ് കുറവാണ്. അന്നേരം അത് ഓഫ് ആയിരിക്കും. ഓഫ് ആകുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിട്ട് കിട്ടും? VCC ആയിട്ട് തന്നെ കിട്ടും. ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് VCC എവിടേക്കാ കണക്ട് ചെയ്തിരിക്കുന്നത്? നിങ്ങളൊന്ന് നോക്കിക്കേ. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കിക്കുക. അപ്പൊ ഈ ഔട്ട്പുട്ട് ഒരു മിനിറ്റ് ഇതിനകത്ത്. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ്, അപ്പൊ ഞാൻ പറഞ്ഞു Q1ന്റെ Q2ന്റെ കണ്ടീഷൻ പറഞ്ഞു. അപ്പൊ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എവിടേക്ക് കണക്ട് ആയിരിക്കുന്നത് നോക്കിക്കുക? നമ്മുടെ കപ്പാസിറ്ററിലേക്കാണ് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് കണക്ട് ആയിരിക്കുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്? Q1ലേക്ക് നമ്മൾ Q1 ഓൺ ആകുന്നു എന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് Q1 ഓൺ ആകുമ്പോൾ 0.2 വോൾട്ടേജ് വരും. അത് Q2ന്റെ ബേസിലേക്ക് പോകും. അപ്പൊ Q2 ഓഫ് ആണ്. ഇത്രയും കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. അന്നേരം നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താവും എന്ന് പറഞ്ഞു? VCC ആകും എന്ന് പറഞ്ഞു. ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയ ഈ VCC ആണ് നമ്മുടെ കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ പറ്റുന്നത്? ഈ കപ്പാസിറ്റർ എന്ത് പറ്റും? കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഓക്കെ, ഏതുവഴിയാ ചാർജ് ചെയ്യുന്നറിയാവോ? ഈ RC വഴി ചാർജ് ചെയ്യും. സി, ഈ VCC വഴി RC വഴി നമ്മുടെ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ഓക്കെ, അന്നേരം എന്താ? അപ്പം V0 എന്ന് പറഞ്ഞ VCC ആയി. ആൻഡ് സോ ദ കപ്പാസിറ്റർ. ഓക്കെ, അപ്പം ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എവിടേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്? കപ്പാസിറ്ററിന് എന്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സോ ദ കപ്പാസിറ്റർ വിൽ ചാർജ് ത്രൂ RC. ഓക്കെ, അപ്പൊ കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു ചാർജിങ് ടൈം ഉണ്ടാവും. ആ ചാർജിങ് ടൈമിനെ ഞാൻ TC എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ആ ചാർജിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? ടൈം കോൺസ്റ്റന്റ് RC. ഇവിടെ RC വഴിയാണ് ചാർജ് ചെയ്യുന്നത്. സോ RC ഇൻറ്റു ആ കപ്പാസിറ്ററിന്റെ വാല്യൂ ഇൻറ്റു ദാറ്റ് കപ്പാസിറ്ററിന്റെ വാല്യൂ. ഇതാണ് ചാർജിങ് ടൈം. ഓക്കെ, ഇനി സപ്പോസ് ഇഫ് യു അപ്ലൈ നെഗറ്റീവ് വോൾട്ടേജ് പൾസ്. ഉണ്ട്, ഇവിടെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ഈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ഈ ഇൻപുട്ട് വോൾട്ടേജിലേക്ക് ഈ VN എന്ന് പറഞ്ഞ ഇൻപുട്ട് വോൾട്ടേജിലേക്ക് ഞാനൊരു നെഗറ്റീവ് പൾസ് കൊടുക്കാൻ പോവാ. ഈ VIN കണ്ട, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇൻപുട്ടിലേക്ക് എന്താണ്? ഒരു നെഗറ്റീവ് പൾസ് കൊടുക്കാൻ പോവാ. ഈ VINലേക്ക് ഒരു നെഗറ്റീവ് പൾസ് കൊടുക്കാൻ പോവാ. അപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് പൾസ് കൊടുക്കുമ്പോഴത്തേക്കും Q1 എന്താ പറ്റുന്നത്? Q1 ഓഫ് ആകും. ഓക്കെ, സോ ഇൻപുട്ട് വോൾട്ടേജ് ഞാൻ എന്ത് കൊടുത്തു? നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കും. ഇൻപുട്ട് വോൾട്ടേജ് നെഗറ്റീവ് കൊടുക്കുമ്പോഴത്തേക്കും Q1 എന്തായിരിക്കും? ഓഫ് ആകും. അപ്പൊ Q1 ഓഫ് ആകുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എത്രയാകും? Q1ന്റെ ഔട്ട്പുട്ട് ഓഫ് ആകുമ്പോൾ എന്താണെന്നാ ഞാൻ പറഞ്ഞത്? VCC ആകും. ഈ VCC ആയിരിക്കും. അപ്പൊ ഇവിടെ VCC വരും. ഈ VCC ആണ് ഇനി എവിടേക്ക് കണക്റ്റഡ് ആവുന്നത്? Q2ന്റെ ബേസിലേക്ക് കണക്റ്റഡ് ആവുന്നത്. അപ്പൊ Q2 എന്താകും? VCC എന്ന് പറയുമ്പോൾ ഹയർ വോൾട്ടേജ് ആണ്. സോ Q2 എന്ന് പറയുന്നത് ഓൺ ആകും. Q2 ഓൺ ആകുമ്പോഴത്തേക്കും എന്താ പറ്റുന്ന അറിയാവോ? ഈ കപ്പാസിറ്റർ മുമ്പേ ചാർജ് ആയി. അപ്പൊ ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. ബിക്കോസ് ഇവിടെ ഒരു ഡിസ്ചാർജിങ് പാത്ത് കിട്ടി. ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും.
okay, to the ground, this capacitor will discharge through the base. ഈ ഇതിന്റെ ബേസ് വഴി ഇത് ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ ഈ ബേസിൽ ഒരു റെസിസ്റ്റൻസ് കണക്റ്റഡ് ആയിട്ടുണ്ട് കണ്ടോ നിങ്ങൾ, ഈ RB2 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റർ കണക്ടർ ആയിട്ടുണ്ട്. അപ്പൊ ഈ കപ്പാസിറ്റർ ശരിക്കും ബേസ് വഴി എവിടേക്ക് ഡിസ്ചാർജ് ആകും, എന്നിട്ട് അതിന്റെ ഡിസ്ചാർജിങ് ടൈം എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ബേസ് റെസിസ്റ്റൻസ് ഇൻറ്റു സി ആണ്. RB2 എന്ന് പറയാം, ബിക്കോസ് ഇവിടെ എടുത്തിരിക്കുന്ന ദാറ്റ് RB2 ആണ്. ഈ RB എന്ന് പറഞ്ഞത് ഈ Q2ന്റെ ബേസ് റെസിസ്റ്റർ ആണ് കേട്ടോ. ബട്ട് ഇതാണ് ഡിസ്ചാർജിങ് ടൈം RBC എന്ന് പറയുന്നത്. അപ്പൊ മുമ്പ് ചാർജ് ആയെന്ന് നമ്മൾ കണ്ടു, ഇപ്പൊ ഡിസ്ചാർജ് ആയെന്ന് നമ്മൾ കണ്ടു. അപ്പം ഇനിഷ്യലി Q1 ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു നമ്മൾ എടുത്തു, Q2 ഒരു ഹൈ ഗെയിൻ ആംപ്ലിഫയർ ആണ്. ഇനിഷ്യലി നമ്മൾ എന്താ എടുത്തത്, Q1 ഓൺ ആണെന്ന് പറഞ്ഞെടുത്തു. Q1 ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0.2 ആയിരുന്നു. ആ 0.2 Q2ലേക്ക് വരുമ്പോൾ Q2 ഓഫ് ആകും. Q2 ഓഫ് ആകുമ്പോഴത്തേക്കും എന്താ പറഞ്ഞത് ഞാൻ, വി ഔട്ട് എന്ന് പറയുന്നത് VCC ആകും. അപ്പൊ എന്താ പറ്റുന്നത്, വി ഔട്ട് VCC ആകുമ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ആ ചാർജിങ് നടക്കുന്നത് RC വഴി ആയതുകൊണ്ട് ഇതാണ് ചാർജിങ് ടൈം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മളൊരു നെഗറ്റീവ് പൾസ് കൊടുക്കുവാണ്. ഇവിടെ ഇൻപുട്ടിൽ നെഗറ്റീവ് പൾസ് കൊടുക്കുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്, ഈ Q2 Q1 ഓഫ് ആവും. Q1 ഓഫ് ആകുമ്പോൾ Q1ന്റെ ഔട്ട്പുട്ടിൽ VCC വന്നു. ആ VCC Q2ലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും Q2 എന്തായി, ഓൺ ആയി. കണ്ടോ, Q2 ഓൺ ആകുമ്പോഴത്തേക്കും നേരത്തെ ചാർജ് ചെയ്ത് ഇപ്പൊ ഒരു ഡിസ്ചാർജിങ് പാത്ത് നമ്മുടെ കപ്പാസിറ്ററിന് കിട്ടും. ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു പാത്ത് കിട്ടും. Q2 ഓൺ ആകും. ഓൺ ആകുന്ന പറഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഷോർട്ട് സർക്യൂട്ട്. സോ കപ്പാസിറ്റർ വിൽ ഡിസ്ചാർജ് ആൻഡ് ദാറ്റ് ഡിസ്ചാർജിങ് ടൈം ആണ് RB ഇൻറ്റു സി. ഓക്കെ, അപ്പൊ ആ കപ്പാസിറ്ററിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് ആണ് ശരിക്കും നമുക്ക് ഇവിടെ വി ഔട്ടിൽ കിട്ടുന്നത്. അപ്പൊ ഈ വി ഔട്ട് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നോക്കിക്കേ, ഞാൻ പറഞ്ഞില്ലേ ഒരു നെഗറ്റീവ് പൾസ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുമെന്ന്. ഇവിടെ ഇൻപുട്ടിൽ ഒരു നെഗറ്റീവ് പൾസ് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ആ നെഗറ്റീവ് പൾസ് ആണ് ആക്ച്വലി ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ആക്സിസ്. ഓക്കെ, നെഗറ്റീവ് പൾസ് ആണ് ഇത് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. കണ്ടത് ഈ ഒരു പോർഷൻ കണ്ടോ, ആ നെഗറ്റീവ് പൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെഗറ്റീവ് പൾസിന്റെ ഡ്യൂറേഷനും ഒക്കെ തന്നിട്ടുണ്ട് നെഗറ്റീവ് പൾസ്. അപ്പൊ എന്താ പറ്റുന്നത്, ആ നെഗറ്റീവ് പൾസ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ഇപ്പൊ കണ്ടത്, നെഗറ്റീവ് പൾസ് കൊടുക്കുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കപ്പാസിറ്റർ ഡിസ്ചാർജിങ് ടൈം എന്ന് പറയുന്നത് വളരെ വലുതാണ് കേട്ടോ. കപ്പാസിറ്ററിന്റെ ഡിസ്ചാർജിങ് ടൈം വളരെ വലുതായതുകൊണ്ട് തന്നെ നമുക്ക് കപ്പാസിറ്ററിന്റെ ഡിസ്ചാർജിങ് നല്ല ലീനിയർ ആയിട്ടായിരിക്കും ഡിസ്ചാർജിങ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇത് കപ്പാസിറ്റർ ആ നെഗറ്റീവ് ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും കപ്പാസിറ്റർ നോക്കിക്കേ ലീനിയർ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് കണ്ടോ. ആ കപ്പാസിറ്റർ ഡിസ്ചാർജിങ് പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതെന്താ, വീണ്ടും ആ പൾസ് എടുത്തു കഴിയുമ്പോഴത്തേക്കും പഴയത് കൂട്ട് ചാർജിങ് ചെയ്യും. പിന്നെ നെഗറ്റീവ് പൾസ് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ, ഇവിടെ പൾസ് ഇല്ലാത്തപ്പോൾ എഗെയിൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് ചാർജിങ്. എഗെയിൻ ദ കപ്പാസിറ്റർ വിൽ ഡിസ്ചാർജ്, എഗെയിൻ കപ്പാസിറ്റർ വിൽ ചാർജ്, ഡിസ്ചാർജിങ്, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ ഒരു സ്വീപ്പ് അല്ലെങ്കിൽ ഒരു സോ ടൂത്ത് വേവ് ഫോം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് സിമ്പിൾ വർക്കിംഗ് ഒരു സോ ടൂത്ത് വേവ് ഫോം എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പ്രിന്റഡ് നോട്ട്സ് ആക്കി ഞാൻ തരാം. കാരണം എനിക്ക് PPT എഴുതുന്നത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രിന്റഡ് നോട്ട്സ് ആയിട്ട് തന്നെ ഞാൻ ഇതിന്റെ തരാം കേട്ടോ. ടൈപ്പ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുള്ളത്, ഈ സർക്യൂട്ടില് ഈ സർക്യൂട്ട് ഞാൻ ഇതിനകത്ത് ഇപ്പൊ എനിക്ക് റബ്ബ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അടുത്ത നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതിന്റെ എഡിറ്റിംഗ് ഇതെല്ലാം മാറ്റിയിട്ട് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സർക്യൂട്ടിനകത്ത് നിങ്ങൾ ഈ RC കണ്ടോ, ഇവിടെ ഈ Q2ന്റെ മുകളിലുള്ള RC കണ്ടോ, BCCയിലേക്ക് കണക്ട് ആയിരിക്കുന്ന ഈ RC റെസിസ്റ്റർ കണ്ടോ, RC ഈ കണക്ടർ റെസിസ്റ്റർ. ഓക്കെ, ഹോപ്പ് യു ക്യാൻ സീ. ഓക്കെ, ഈ RC റെസിസ്റ്റർ കണ്ട VCCയിൽ നിന്ന് നമ്മുടെ Q2ന്റെ കണക്ടറുമായിട്ടുള്ള ഇരിക്കുന്ന ഈ RC റെസിസ്റ്ററിനെ നമുക്ക് ഡയോഡ് ദിസ് വൺ, ഈ RC റെസിസ്റ്ററിനെ നമുക്ക് ഡയോഡ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ RC റെസിസ്റ്ററിനെ ഇഫ് ഇറ്റ് ഈസ് ഓക്കെ, ഇഫ് ഓക്കെ, ഒരു മിനിറ്റ് ട്രൈ ചെയ്യാം.
ഓക്കെ, ഇടയ്ക്ക് ടാബിന് ചെറിയൊരു ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ വർക്ക് ചെയ്യാൻ അത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് സോട്ട് വേവ് ഫോം കിട്ടും. ഓക്കെ, ഇനി ഈ ആർ സി റെസിസ്റ്ററിന് മറ്റൊരു ചോദ്യമാണ്. ഈ ആർ സി റെസിസ്റ്റർ നമ്മൾ ഡയോഡ് വെച്ച് റീപ്ലേസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ഞാൻ സർക്യൂട്ട് ഒന്നും വരയ്ക്കണ്ട, നിങ്ങൾ അത് ഓർത്ത് വെച്ചാൽ മതി. ഇഫ് ദിസ് ഈ ആർ സി റെസിസ്റ്റർ കണ്ടോ, ഇഫ് ആർ സി ഈസ് റീപ്ലേസ്ഡ്, if RC is replaced by a diode എന്താ പറ്റുന്നത് അറിയാവോ? ഈ ഡയോഡ് വെക്കുവാണെങ്കിൽ നമ്മുടെ കപ്പാസിറ്റർ വളരെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും, അല്ല പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യും. ഈ വി സി സി വഴി ചാർജ് ചെയ്യുന്നല്ലേ ഞാൻ പറഞ്ഞത്. കപ്പാസിറ്റർ ഇതുവഴി ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ, കപ്പാസിറ്റർ ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവഴി ചാർജിങ് ടൈം ആർ സി ഇൻറ്റു സി ആണെന്ന് പറഞ്ഞു. ഈ ആർ സി നമ്മൾ ഡയോഡ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ദ കപ്പാസിറ്റർ ടു ചാർജ് ക്വിക്ലി, വളരെ പെട്ടെന്ന് തന്നെ ആ ബി സി സിയിൽ നിന്ന്. അതിന്റെ പ്രൂഫ് ഒക്കെ ഉണ്ട്, അതിന്റെ ആവശ്യമില്ല, നിങ്ങളത് ഓർത്ത് വെച്ചാൽ മതി. ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ഡയോഡ്, കപ്പാസിറ്റർ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് ടൈം വളരെ സ്ലോ ആണെങ്കിൽ നമുക്ക് ലീനിയർ ആയിട്ട് ഒരു ഔട്ട്പുട്ട് ഒന്നും കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ ചാർജിങ് ടൈം വളരെ ക്വിക്ക് ആകുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലീനിയർ ആയിട്ട് കിട്ടും, നമുക്ക് ലീനിയർ ആയിട്ട് ഇങ്ങനെ സൗട്ട് ടൂത്ത് വേവ് ഫോം കിട്ടും. അപ്പൊ ഇത് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സ്വീപ്പിന്റെ ലീനിയാരിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു ഡയോഡ് വെച്ച് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, കപ്പാസിറ്റർ ക്യാൻ ചാർജ് ക്വിക്ലി ടു വി സി സി, and thus obtain an excellent sweep ലീനിയാരിറ്റി. ഓക്കെ, അങ്ങനെ നല്ലൊരു സ്വീപ്പ് സർക്യൂട്ട് കിട്ടും. അപ്പൊ ഇതാണ് എന്ത് മില്ലർ സ്വീപ്പ് ജനറേറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബൂട്ട് സ്ട്രാപ്പ് ടൈം ബേസ് ജനറേറ്റർ ആണ്. എന്താണ് ബൂട്ട് സ്ട്രാപ്പ് ടൈം ബേസ് ജനറേറ്റർ, അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് സ്വീപ്പ് ജനറേറ്റർ എന്നൊക്കെ പറയും. ഓക്കെ, അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, മറ്റിനകത്ത് കൂട്ട് തന്നെ ഇവിടെയും എന്താണ് ഉള്ളത്, Q1 and Q2. ഓക്കെ, ഇവിടെയും Q1 Q2 കണ്ടോ, രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്, Q1 ഉണ്ട്, Q2 ഉണ്ട്. ഇനി ഇൻപുട്ട് ടു ദ Q1 ആൻഡ് ഔട്ട്പുട്ട് ഓഫ് Q1 എന്ന് പറയുന്നത് നോക്കിക്കേ, ഇതിന്റെ പിന്നെ നമുക്ക് പറയുന്നത് ഈ Q1ന്റെ ഔട്ട്പുട്ട് എവിടേക്കാ, Q2വിന്റെ ഇൻപുട്ടിലേക്ക് കണ്ടോ ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുവാണ്. ഇവിടെ നമ്മുടെ Q1 എന്ന് പറയുന്നത് ഞാൻ മറ്റേതിനകത്ത് പറഞ്ഞു Q1 സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെയും അവർ Q1 ഈസ് ആക്ടിങ് ആസ് സ്വിച്ച് ഒള്ളി. പക്ഷെ Q2 എന്ന് പറയുന്നത് ഇവിടെ ഒരു എമിറ്റർ ഫോളോവർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് കേട്ടോ. Q2 വിൽ വർക്ക് ആസ് ആൻ എമിറ്റർ ഫോളോവർ. ഇവിടെ Q2 ആണെങ്കിൽ ഒരു എമിറ്റർ ഫോളോവർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടാണ് എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്? കാരണം ഇവിടെ നോക്കിക്കേ, ഇവിടെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാ, ഇത് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ടെർമിനലല്ലേ, എമിറ്റർ ടെർമിനലിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. സോ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് ദ എമിറ്റർ റെസിസ്റ്റർ, അല്ലെങ്കിൽ അറ്റ് ദ എമിറ്റർ ടെർമിനൽ. അതുകൊണ്ടാണ് ഇതിന് എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എമിറ്റർ ഫോളോവറിന് പ്രത്യേകതയുണ്ട്, ഇതൊരു യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ ആണ്. അതായത് എന്താണ് ഇൻപുട്ടിൽ വരുന്നത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇറ്റ് ഈസ് ആൻ യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ദാറ്റ് ഈസ് Q1 എന്ന് പറയുന്ന സ്വിച്ച് ആണ്, Q2 എന്ന് പറഞ്ഞ ഒരു എമിറ്റർ ഫോളോവർ ആണ്. ആൻഡ് ദിസ് എമിറ്റർ ഫോളോവർ is a unity, that means whatever നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നു അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ സർക്യൂട്ട് നിങ്ങൾ പഠിക്കും അത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആവശ്യമുള്ളത് മാത്രം ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് സർക്യൂട്ടിലേക്ക് ഒന്ന് പോകാം. സർക്യൂട്ടിലേക്ക് പോകുമ്പോൾ ട്രാൻസിസ്റ്റർ Q1ൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ Q1
ഓൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ ഓക്കെ, ഇഫ് Q1 ഈസ് ഓൺ, ആദ്യം നമ്മൾ അവിടെ വെച്ചാണ് തുടങ്ങുന്നത്. ട്രാൻസിസ്റ്റർ Q1 ഓൺ ആണെന്ന് വിചാരിക്കുക. Q1 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ ഇവിടെ ഉണ്ട്. Q1 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ സി, ഇതാണ് Q1 ട്രാൻസിസ്റ്റർ. Q1 ഓൺ ആണെന്ന് വിചാരിക്കുക. Q1 ഓൺ ആകുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നറിയോ, നമ്മുടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഇവിടെ 2 കപ്പാസിറ്റർ ഉണ്ട് അല്ലെ. ഇവിടെ C1 എന്ന് പറഞ്ഞ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങും. കണ്ടോ, ഈ C1 എന്നപ്പം Q1 ഓൺ ആകുമ്പം ഈ കപ്പാസിറ്റർ C1 ചാർജ് ആകും. ഏത് വഴി എന്നറിയാവോ, ഈ VCC വഴി, ഈ ഡയോഡ് വഴി ഈ കപ്പാസിറ്റർ ചാർജ് ആകും. ആൻഡ് ഈ കപ്പാസിറ്റർ C1 വിൽ ചാർജ് അപ് ടു VCC. ഓക്കെ, അപ്പം ട്രാൻസിസ്റ്റർ Q1, സോ വെൻ Q1 ഈസ് ഓൺ, എന്താ പറ്റുന്നത്, കപ്പാസിറ്റർ C1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ചാർജ് അപ് ടു VCC. ഓക്കെ, ഇറ്റ് വിൽ ചാർജ് ത്രൂ ദ ഡയോഡ് ആണ്. ത്രൂ ആ പാത്ത് എന്ന് പറയുന്നത് ത്രൂ ദ ഡയോഡ്. ഓക്കെ, ഇറ്റ് വിൽ ചാർജ്. ഓക്കെ, അപ്പൊ Q1 ഓൺ ആണെന്ന് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തു. Q1 ഓൺ ആണെന്നാണ് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തത്. അപ്പൊ Q1 ഓൺ ആകുമ്പോഴത്തേക്കും ഇത് സ്വിച്ച് ആണ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? Q1 ഓൺ ആകുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.2 വോൾട്ട് ആയിരിക്കും. ഈ 0.2 വോൾട്ട് ആണ് എവിടേക്ക് ഡയറക്ട്ലി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മൾ Q2ന്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുന്നത് ഇതാ. അപ്പം Q2ന്റെ ഇൻപുട്ടിലേക്ക് എന്ത് വരും? ഈ Q1ന്റെ ഔട്ട്പുട്ട് ആയ 0.2 വോൾട്ടേജ് ഈ Q2ന്റെ ഇൻപുട്ടിൽ വരും. അപ്പം ഈ ബേസ് Q2ന്റെ ബേസിലേക്ക് വരും. അപ്പൊ ഇതിന്റെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ Q2ന്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് വളരെ കുറവല്ലേ. അന്നേരം എന്തായിരിക്കും Q2ന്റെ കണ്ടീഷൻ? Q2 എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും. Q2 എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും. അപ്പൊ ട്രാൻസിസ്റ്റർ Q2 വിൽ ബി ഓഫ് ആൻഡ് ദസ് ഈ ഔട്ട്പുട്ട് നോക്കിയാൽ നമ്മുടെ കളക്ടറിൽ നല്ല ഔട്ട്പുട്ട് എടുക്കുന്നത് ഇവിടുന്നാണ്. അന്നേരം Q2 ഓഫ് ആകുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്? Q2 ഓഫ് ആകുമ്പോഴത്തേക്കും, ഓഫ് ആകുമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട് ആവും. അപ്പൊ ഈ VCC ഒന്നും ഈ എമിറ്റർ ടെർമിനലിലേക്ക് പോകത്തതേ ഇല്ല. കണ്ടോ, ഇവിടുന്ന് ഒരു കണക്ഷൻ വരത്തില്ല. ഈ കണക്ഷൻ വരത്തില്ല. അന്നേരം ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുവാണെങ്കിൽ 0 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു VCC എന്ന് എഴുതി വെക്കരുത്. ഇവിടെ Q2നകത്ത് നിന്ന് ഔട്ട്പുട്ട് എവിടെ നമ്മൾ എടുക്കുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത് V0 നിന്നാണ്. അതായത് ഇൻപുട്ട് വോൾട്ടേജ് വളരെ കുറഞ്ഞ ഇൻപുട്ട് വോൾട്ടേജ് വരുമ്പോൾ എമിറ്റർ ഫോളോവർ ആണ്, അത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. 0.2 വോൾട്ടേജ് ആണെങ്കിലും ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ Q1 എന്ന് പറയുന്നത് ഓൺ ആവും. Q1 ഓൺ ആകുമ്പോഴത്തേക്ക് കപ്പാസിറ്റർ C1 ചാർജ് ആകും. Q1 ഓൺ ആകുമ്പോൾ മറ്റൊരു കാര്യം, Q1ന്റെ ഔട്ട്പുട്ട് 0.2 വോൾട്ട് ആയിരിക്കും. ആ 0.2 വോൾട്ട് ആണ് എവിടെ വരുന്നത്? Q2 വരുന്നത്. അപ്പൊ എന്താ പറ്റുന്നത്? ഇവിടെ ഔട്ട്പുട്ട് V0 എന്ന് പറയുന്നത് 0 ആകും. ഓക്കെ, ഔട്ട്പുട്ട് V0 0 ആകും. ഇനി നിങ്ങൾ ഈ ഇൻപുട്ട് വോൾട്ടേജിലേക്ക് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് പൾസ്, ഒരു നെഗറ്റീവ് പൾസ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ നെഗറ്റീവ് പൾസ് എവിടെ അപ്ലൈ ചെയ്യുന്നത്? Q1ന്റെ ഇൻപുട്ടിലേക്ക്. അപ്പൊ എന്താ പറ്റുന്നത്? Q1 ഓഫ് ആകും അല്ലെ. നെഗറ്റീവ് പൾസ് ഈസ് അപ്ലൈഡ് അക്രോസ് ദ ബേസ് ആൻഡ് എമിറ്റർ. അപ്പൊ Q1 എന്തായിരിക്കും? ഓഫ് ആവും. Q1 ഓഫ് ആകുമ്പോൾ മുമ്പേ നമ്മുടെ കപ്പാസിറ്റർ എന്താണെന്ന് പറഞ്ഞത് ഞാൻ, കപ്പാസിറ്റർ C1 ചാർജസ് ത്രൂ ദ ഡയോഡ് അപ് ടു VCC എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മുടെ Q1 ഓഫ് ആയി കഴിയുമ്പം ഈ കപ്പാസിറ്റർ C1 ഓൾറെഡി ചാർജ്ഡ് ആണ്. ഈ കപ്പാസിറ്റർ C1 നമ്മുടെ CA ചാർജ് ചെയ്യാൻ സഹായിക്കും. അടുത്ത കപ്പാസിറ്ററായ CA ചാർജ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പം ഈ കപ്പാസിറ്റർ C1 ഉണ്ടല്ലോ, ഇവിടെ പറഞ്ഞ ഈ കപ്പാസിറ്റർ C1 സ്റ്റാർട്ട്സ് ചാർജിങ് ദ കപ്പാസിറ്റർ C. ഓക്കെ, C കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. ഏത് വഴി എന്നറിയോ? ത്രൂ ദിസ് പാത്ത്. ഈ പാത്ത് വഴി ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കാരണം C1 ഈസ് ഫുള്ളി ചാർജ്ഡ്. നെഗറ്റീവ് പൾസ് കൊടുക്കുമ്പോൾ Q1 ഓഫ് ആവും. Q1 ഓഫ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കപ്പാസിറ്റർ C ചാർജ് ചെയ്യും. ഫ്രം C1 ത്രൂ ദിസ് റെസിസ്റ്റർ കപ്പാസിറ്റർ വിൽ ചാർജ്. ഇനി ഈ 2 കപ്പാസിറ്റർ നോക്കുവാണെങ്കിൽ C1ന്റെ വാല്യൂ CA കാട്ടിയും വളരെ ഗ്രേറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ C1ന് ഒരു ബാറ്ററി വോൾട്ടേജ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ബാറ്ററി വോൾട്ടേജ് ഇൻ ദ സെൻസ്, നമ്മുടെ ഈ Q1 ഓഫ് ആകുമ്പോഴത്തേക്കും VCC ഇങ്ങോട്ടേക്ക് വരത്തില്ല. അപ്പൊ നമ്മുടെ ഡയോഡ് ഓഫ് ആയിരിക്കും. അപ്പൊ ഡയോഡ് ഓഫ് ആണെങ്കിലും നമ്മുടെ കപ്പാസിറ്റർ സിക്ക് ചാർജ് ആകാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് കൊടുക്കുന്നത് ആരാ? C1 ആണ് കേട്ടോ. അപ്പൊ ആ C1 R വഴി നമ്മുടെ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കും.
ഇനി മറ്റൊരു കാര്യം, ഈ കറണ്ട് ഫ്ലോയിങ് ത്രൂ ആർ ആണ് ഞാൻ ഇവിടെ IR എന്ന് പറഞ്ഞ് പച്ചയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ആർ കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ ഒരു ഡെറിവേഷനും കാര്യമുണ്ട്, അത് നിങ്ങൾ ഓർക്കണ്ട. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഇത് കോൺസ്റ്റന്റ് ആവുന്നത് കൊണ്ട് തന്നെ എന്താ പറ്റുന്ന അറിയാമോ? ഈ കപ്പാസിറ്ററിന്റെ ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത് ലീനിയർലി ആയിരിക്കും. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വീണ്ടും കണ്ടോ, നെഗറ്റീവ് പൾസ് കൊടുക്കുമ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് കപ്പാസിറ്റർ സി ചാർജ് ചെയ്യും. കണ്ടോ, കപ്പാസിറ്റർ സി ചാർജ് ചെയ്യും. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറയാം. സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് Q1 ഓൺ ആവും. Q1 ഓൺ ആകുമ്പോഴത്തേക്കും കപ്പാസിറ്റർ C1 ചാർജ് ആയിരിക്കുവാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ Q1 ഓൺ ആകുന്ന സമയത്ത് നമ്മുടെ Q2 എന്തായിരിക്കും? Q2 ഓഫ് ആയിരിക്കും. Q2 ഓഫ് ആകും, ഔട്ട്പുട്ട് 0, ഔട്ട്പുട്ട് ഒന്നും തന്നെ കിട്ടത്തില്ല. ഇനി നമ്മളിവിടെ നെഗറ്റീവ് പൾസ് കണ്ടോ, ഇതുകൊണ്ട് നെഗറ്റീവ് പൾസ് കൊടുക്കുകയാണ്. നെഗറ്റീവ് പൾസ് കൊടുക്കുമ്പോഴത്തേക്കും Q1 ഓഫ് ആയിരിക്കും. Q1 ഓഫ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡയോഡിൽ കൂടി കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യത്തില്ല, ഡയോഡ് ഓഫ് ആയിരിക്കും. അപ്പൊ നമ്മുടെ കപ്പാസിറ്റർ C1 മുമ്പേ ഫുള്ളി ചാർജ്ഡ് ആയിരുന്നു. ഈ കപ്പാസിറ്റർ C1 will act as a battery voltage, or it will supply voltage, or it will help the capacitor C to charge through R. ആൻഡ് മോർ ഓവർ ഈ ആറിൽ കൂടിയുള്ള കറണ്ട് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ആ കപ്പാസിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത് ലീനിയർലി ആയിരിക്കും. അപ്പൊ ആ ഒരു സ്വീപ്പാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അഗെയിൻ നെഗറ്റീവ് വോൾട്ടേജ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ കപ്പാസിറ്റർ എന്താണ് ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ കപ്പാസിറ്ററിന്റെ ഇൻക്രീസും ആ ഡിസ്ചാർജും ചാർജിങ്ങും ആണ് നമുക്ക് എഗെയിൻ ഈ ഒരു സോ ടൂത്ത് വേവ് ഫോം ആയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഈ ഇൻക്രീസ് എന്ന് പറയുന്നത് ലീനിയർ ആണ് കേട്ടോ, ബിക്കോസ് കപ്പാസിറ്റർ വോൾട്ടേജ് ലീനിയർലി ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം ഈ കോൺസ്റ്റന്റ് കറണ്ട്, ആറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് കറണ്ട് ആണ്. ആറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കോൺസ്റ്റന്റ് കറണ്ട് ആയതുകൊണ്ട് തന്നെ ആ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നതും എന്താണ്? ലീനിയർ ഇൻക്രീസ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ പൾസ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്? Q1ന്റെ ബേസിൽ നിന്ന് നമ്മുടെ പൾസ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്? അല്ല, ഇവിടെ പൾസ് ഇല്ലാത്ത ഭാഗമാണ്. അപ്പൊ Q1ന്റെ ബേസിൽ നിന്ന് നമ്മൾ പൾസ് റിമൂവ് ചെയ്യുവാണെങ്കിൽ Q1 എന്തായിരിക്കും? ഓൺ ആകും അല്ലെ? Q1 ഓൺ ആകും. നേരത്തെ ഓഫ് ആയിരുന്നു, Q1 ഓൺ ആകും. അപ്പൊ കപ്പാസിറ്റർ സി ഡിസ്ചാർജ് ചെയ്യും. കപ്പാസിറ്റർ സി ഡിസ്ചാർജ് ചെയ്യും. കപ്പാസിറ്റർ സി ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ബേസ് വോൾട്ടേജ് ഓഫ് Q2 എന്താ പറ്റുന്നത്? Q2ന്റെ ബേസ് വോൾട്ടേജ് 0യിലേക്ക് വരും. ഓക്കെ, ആ സമയത്ത് നമ്മുടെ ഡയോഡ് എന്ത് പറ്റും? ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്ഡ്. ഈ ഫോർവേഡ് ബയാസ്ഡ് ആയ ഡയോഡ് നമ്മുടെ C1നെ എഗെയിൻ എന്താണ്? ചാർജ് ചെയ്യിപ്പിക്കും അപ് ടു VCC. അപ്പൊ അത് ഞാൻ ഒന്നുകൂടി പറയാം. നെഗറ്റീവ് പൾസ് കൊടുത്തു. ഈ നെഗറ്റീവ് പൾസ് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ കപ്പാസിറ്ററിന്റെ ഈ ഒരു വേവ് ഇത്രയും വേദന കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. നെഗറ്റീവ് പൾസ് കൊടുത്തത് ഇവിടെ B ഇൻപുട്ടിലാണ്. ഓക്കെ, ഈ നെഗറ്റീവ് പൾസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ Q1 നേരത്തെ ഓഫ് ആയിരുന്നു, ഇപ്പൊ നമ്മുടെ Q1 ഓൺ ആവും. Q1 ഓൺ ആകുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്? VCC ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ നമ്മുടെ ഡയോഡ് എന്താണ്? ഡയോഡ് ഓൺ ആകും. ഈ ഡയോഡ് എഗെയിൻ നമ്മുടെ നേരത്തെ നമ്മുടെ കപ്പാസിറ്റർ C1ന്റെ ചാർജ് മൊത്തം സിയിലേക്ക് കൊടുത്തു. ഓക്കെ, ഈ ഡയോഡ് ഓൺ ആകും. ഡയോഡ് ഓൺ ആകുമ്പോഴത്തേക്കും ഈ ഡയോഡ് വിൽ മേക്ക് ദ കപ്പാസിറ്റർ C1 ടു ചാർജ്. കണ്ടോ? അപ്പൊ നേരത്തെ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോവുക അല്ലെ? ആദ്യം നമ്മൾ പറഞ്ഞതും അങ്ങനെയല്ലായിരുന്നു, C1 ചാർജ് ആകുമായിരുന്നു. പിന്നെ ആ ചാർജ് ആണ് സിയിലേക്ക് കൊടുത്ത് സിനെ ചാർജിങ് നടത്തുന്നത്. ഓക്കെ, ഇനി തിരിച്ച് ഈ പറഞ്ഞ നെഗറ്റീവ് പൾസ് റിമൂവ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും നെഗറ്റീവ് പൾസ് നമ്മൾ എപ്പോഴാണോ റിമൂവ് ചെയ്യുന്നത് അന്നേരം നമ്മുടെ കപ്പാസിറ്റർ C1 എഗെയിൻ VCC ഡയോഡ് വഴി ചാർജ് ആകും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് അങ്ങനെയാണ് ഇതിന്റെ പേര് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ VCCയിലേക്ക് നെഗറ്റീവ് പൾസ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കപ്പാസിറ്റർ C1 എന്താണ്? കപ്പാസിറ്റർ C1 ചാർജ് ആകുവാണ്. സോ അതിന്റെ അർത്ഥം ദ സർക്യൂട്ട് ഈസ് പുള്ളിങ് ഇറ്റ് സെൽഫ് അപ്പ്, ആ പഴയ സ്റ്റേറ്റിലേക്ക് വരുവാണ്. ഇതിനെയാണ് ഇതിലെ ബൂട്ട് സ്ട്രാപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ബൂട്ട് സ്ട്രാപ്പ് എന്ന് ഇട്ടിരിക്കുന്നത് കേട്ടോ. ബൂട്ട് സ്ട്രാപ്പ് സ്വീപ്പ് സർക്യൂട്ട്, അതായത് ഇറ്റ് ക്യാൻ ഓട്ടോമാറ്റിക്കലി പുൾ ഇറ്റ് സെൽഫ് അപ്പ്, തിരിച്ച് വീണ്ടും ആ ഒരു ചാർജിങ് അങ്ങനെ C1 വഴി വരും. പിന്നെ C1 ഡിസ്ചാർജ് ചെയ്ത് നമ്മുടെ C ചാർജ് ചെയ്യും. അങ്ങനെ ആ ഒരു വർക്കിംഗ് അതിനെയാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്നും പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെയും മറ്റേനകത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം കപ്പാസിറ്ററിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് ആണ് നമുക്ക് ഈ ഒരു വേവ് ഫോം ആയിട്ട് നമുക്ക് എന്താണ് വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഈ സോട്ടൂത്ത് വേവ് ഫോം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് രണ്ടിടത്ത് കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ് കാരണം നമുക്ക് ഇങ്ങനത്തെ സോട്ടൂത്ത് വേവ് ഫോം കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള സ്വീപ്പ് ജനറേറ്റർ
ഓർ ടൈം ബേസ്, അതായത് ട്രയാങ്കുലർ വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, സോ ടൂത്ത് ഓർ ട്രയാങ്കുലർ വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനെ ടൈം ബേസ് ജനറേറ്റർ എന്നും പറയും. ഓക്കെ, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ടൈം ബേസ് ജനറേറ്റർ എന്ന് പറയും. എന്റെ സർക്യൂട്ടും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, എന്റെ വർക്കിംഗ് ഞാൻ പോയിന്റ്സ് ആയിട്ട് തരാം. Q1 ഫംഗ്ഷൻ, Q2 ഫംഗ്ഷൻ, പിന്നെ ആ കോൺസ്റ്റന്റ് കറണ്ടിന്റെ കൺസെപ്റ്റ് ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ R1 കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. അതൊക്കെ ഓർത്ത് വെക്കുക. ഡയറക്ട്ലി തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ടൈം മില്ലർ ബൂട്ട് സ്ട്രാപ്പ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിനകത്ത് LIC സിലബസിനകത്ത് ലാസ്റ്റ് ലൈനിൽ കിടക്കുന്ന സംഭവം ഇതാണ്. ഓക്കെ.